So, good evening all. MA English second year African and American literature poems are we discuss two poems are discuss. So today we are going to discuss about the poem Sabotage. Sabotage in the author Dennis Luterson, who is a South African poet and Zimbabwe school master exile story in prison jail island jail so avade vechana idokke ezhudiyathu oru concept okke parayunnundu famous poems ine kurichokke introduction il parayunnundu. So you have to write the introduction, it is must as usual. So Sabotage ennulla poem valare cheriyoru poem aanu idile, actually valare cheriyoru poem aanu. Idil oru cheriyoru theme ullu. The quiet sky is disturbed by the streaks of thunder. വളരെ ശാന്തമായിരിക്കുന്ന ഒരു ഏരിയയിൽ thunder and lightning വരുമ്പോൾ how it disturbed ഒരു രണ്ട് എക്സ്ട്രീം ഓപ്പോസിറ്റ്സ്, അതായത് വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയിനും thunder and lightning എന്ന് പറയുന്നത് ഹയസ്റ്റ് സൗണ്ട്. അപ്പൊ അത് രണ്ടുമിനുള്ള കോമ്പിനേഷൻ ഒരു ജോയിൻ ആവുമ്പോൾ ഹൗ ഇറ്റ് ഇസ് ഡിസ്റ്റർബ്ഡ്, അവിടെ എത്ര വലിയൊരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത് എന്നൊരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ബ്രൈഡും അതിനെ കുറിച്ചൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് racial discrimination തന്നെയാണ് ഇവിടെയും. That means racial discrimination means black and white തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, black and white തമ്മിൽ ഉള്ള ഒരു ഫൈറ്റ്, black people white sufferings, sorry black people sufferings about the white exploitation കൊണ്ടുള്ള ഈ ഒരു racial discrimination ആ ഒരു ശാന്തമായിരിക്കുന്ന ഒരു സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു thunder and lightning വരുമ്പോൾ ഉള്ള ഒരു കോമ്പിനേഷനെ കുറിച്ചാണ് ഈ പോയറ്റിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പോയം is somehow we survive. So ഇതിലും this poem is also about the sufferings of the black people. That means narrator himself is a representative of the inhabitants of the South Africa. South Africa il ninnum direct ആയിട്ട് വരുന്ന ഒരാളായിട്ടാണ് narrator അവിടെ പറഞ്ഞിരിക്കുന്നത്. So beginning of the poem അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ in spite of the sufferings they suffered a lot, they are exploiting, they suffered a lot എന്നൊക്കെ പറഞ്ഞു. So in tenderness in spite of their frustration has not withered away. ഇത്രയൊക്കെ സഫർ ചെയ്തിട്ടും അവര് അതിൽ നിന്നും അവർക്കൊന്നും സംഭവിച്ചില്ല, അല്ലെങ്കിൽ അവർക്കൊരു ഒരു അവരൊന്നും തളർന്നു പോയില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റിൽ ദേ സർവൈവ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. സഫറിങ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് സഫറിങ്സ് എന്നതിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ അവിടെ പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് പോലീസ് സെർച്ച് ലൈറ്റ് കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തും. ഇടയ്ക്കിടയ്ക്ക് അവർ സ്മൂത്തായിട്ട് അവരുടെ ഫാമിലിയിൽ ഇരിക്കുമ്പോൾ പോലീസ് പീപ്പിൾ വന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ഹൈവേയില് സ്നേക്സിന്റെ സൗണ്ട് പോലെയാണ് അവരുടെ ആ ഹിസ്സിങ് സൗണ്ട് കേൾക്കുമ്പോൾ, അവരുടെ പോലീസ് പെട്രോളിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ സ്നേക്സിന്റെ സൗണ്ട് ആയിട്ടാണ് ദേ ഡു ഫീൽ ലൈക്ക് ദാറ്റ്. ആൻഡ് ഡാർക്ക് റോഡ്സിലൊക്കെ സഡൻ ആയിട്ട് പെട്ടെന്ന് പോയിട്ട് സ്നാച്ച് ചെയ്ത് കൊണ്ടുവരിക വിത്തൗട്ട് എനി നോട്ടീസ്, പെട്ടെന്ന് കൊണ്ടുപോയി സ്നാച്ച് ചെയ്ത് കൊണ്ടുവരിക, ഇങ്ങനെയുള്ള പല പ്രോബ്ലംസ് ആണ് അവർ സഫർ ചെയ്തതെന്ന് പറയുന്നത്. സോ ഇതിനെല്ലാം ആകെ നോക്കി കഴിഞ്ഞാൽ ഒരു ടെററിസ്റ്റ് അറ്റ്മോസ്ഫിയർ ആണ്, ഗ്രിപ്സ് ഓഫ് ടെറർ, ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് അവർ ജീവിക്കുന്നത്. സോ അങ്ങനെ ഒരു എപ്പോഴും പേടിച്ചിട്ടും അറ്റാക്കിനെ പേടിച്ചുകൊണ്ടും, അല്ലെങ്കിൽ ഇങ്ങനെ പോലീസ് ആളുകളെ കാണുമ്പോൾ കൂടെ സൊസൈറ്റിയിലുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ പേടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവരും അതും ഈ എനിമീസിനെ പോലെ കാണുന്ന ഈ ഒരു സിറ്റുവേഷനിൽ വളരുന്ന ജനറേഷൻ, കുട്ടികളായാലും വലിയ ആളുകളായാലും there is no love at all. ലവ് എന്നൊരു കൺസെപ്റ്റ് അവിടെ ഇല്ല. അതായത് ഈ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ ഒരു ലവ്, എപ്പോഴും അവർക്ക് പേടിയും ഒരു ക്രൂവൽ മൈൻഡും ഒരു എന്താ പറയാ ടെററിസ്റ്റിന്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ വളരുന്ന കുറെ ആളുകൾ, ജീവിക്കുന്ന കുറെ ആളുകൾ. സോ അൺലവബിൾ എന്ന് പറയുന്നുണ്ട്, ലാൻഡ് ബിക്കെയിം അൺലവബിൾ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജീവിച്ച് ദേ ബിക്കെയിം സറണ്ടർ ടു ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനോട് അവർ സറണ്ടർ ആയി, ദേ ഹാവ് ടു ലീവ്. ഇതൊക്കെ ആണെങ്കിലും, ഇത്രയൊക്കെ എക്സ്പ്ലോയിറ്റേഷൻസ് ഉണ്ടെങ്കിലും, ഇത്രയൊക്കെ സഫറിങ്സ് ഉണ്ടെങ്കിലും, എനിഹൗ ദേ ഹാവ് ടു ലീവ്. സോ സ്റ്റിൽ ദേ ആർ സർവൈവിങ്. അതാണ് ആ പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇത്രയൊക്കെ സഫറിങ്സിനിടയിൽ സ്റ്റിൽ ഡു ദേ സർവൈവ് എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് ഫൈനലി വരുന്നത്. സോ ടെറിബിൾ സിറ്റുവേഷനിൽ എങ്ങനെയാണ് അവർ ഈ ടെററിസ്റ്റിനിടയിൽ ഇങ്ങനെ ജീവിക്കുന്നത്, ആ വിക്ടിംസിന് ഇപ്പോഴും ഹ്യൂമാനിറ്റി ഒന്നും നഷ്ടപ്പെടാതെ എങ്ങനെ ദേ സർവൈവ്ഡ് എന്നുള്ളതാണ് ഡെന്നിസ് ലൂട്ടേഴ്സിന്റെ ഈ ഒരു എക്സ്പ്ലനേഷനിൽ പറയുന്നത്. അവരുടെ പെയിനെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ ദേ ഡു സർവൈവ് എന്നുള്ള പോയമാണ് ഇതിൽ, എന്നൊരു തീമാണ് ഈ പോയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് പോയം ഇസ് അബൌട്ട് snowflakes sail gently down. So
So this author is Gabriel Okero, and author Nigerian poet ആണ്. ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആയിട്ട് ഈ ഒരു പോയം കുറെ മെനി ഓഫ് ഹിസ് ബെസ്റ്റ് ഓൺ പോയംസ് ആർ ഫ്രീക്വന്റ്ലി ഇൻക്ലൂഡഡ്. അതിൽ ഒരു പോയമാണ് സ്നോഫ്ലേക്ക് സെയിൽ ജെന്റ്ലി ഡൗൺ എന്നുള്ള പോയം എന്ന് പറയുന്നുണ്ട്. His fame as a poet, his first collection, Fisherman's Invocation, did not appear until 1978. അങ്ങനെ കുറെ കോമൺവെൽത്ത് പോയട്രി പ്രൈസ് ഫോളോയിങ് ഇയർ, പിന്നെ കുറെ അവാർഡ്സും പ്രൈസസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സോ ഈ പോയമിൽ പറയുന്നത് എന്താ വെച്ചാൽ ഒരു വിന്റർ സീസൺ, ഒരു സീൻ ഓഫ് എ വിന്റർ. പോയിറ്റ് ഡിസ്ക്രൈബ്സ് എ സീൻ ഓഫ് വിന്റർ. ഒരു വിന്റർ സീസണെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. Snowflakes fall from the eye. ഇതിനെ കമ്പയർ ചെയ്തിരിക്കുന്ന fall from the eyes of the sky as though the sky is weeping with utmost delicacy on the elm trees which seem to be winter weary. അപ്പൊ elm treesന് അവിടെ ഫേമസ് ആയിട്ടുള്ള ട്രീസ് ആണ്. അത് elm treesന്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് പൊഴിക്കുന്നത് കാണുമ്പോൾ അവർക്ക് which seem to be wintry weary. ആ സമയത്ത് അത് സ്കൈയിൽ നിന്ന് കണ്ണീര് പൊഴിക്കുന്നത് പോലെ, അതായത് ഈ അവരുടെ പ്രോബ്ലംസും ഡെലിക്കസീസും ഡിഫിക്കൽട്ടീസിനെ ഒക്കെ കളയുന്നത് പോലെ, സ്കൈ തന്റെ ഇതിനെയൊക്കെ പ്രോബ്ലംസിനെയൊക്കെ കളയുന്നത് പോലെയാണ്. കൃഷ്ണേന്ദു ജോയിൻ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. The image of the bowing hymns in analogues to the moons who are grief-stricken settled snow looks like the funeral cloth shroud which is wrapped around the earth which is still alive, not dead. അപ്പൊ ഇങ്ങനെ ഫുൾ എല്ലാ ചെടികളുടെ മുകളിലും ഇങ്ങനെ സ്നോഫോൾസ് വീണ് കിടക്കുന്നത് കാണുമ്പോൾ വൈറ്റ് ഡ്രസ്സിൽ പൊതിഞ്ഞു കിടക്കുന്നത് പോലെ, ഡെഡ് അല്ല, പൊതിഞ്ഞു കിടക്കുന്നത് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനെ അവിടെ ഫുള്ളായിട്ട് മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു ലാൻഡിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഈ ഒരു സ്നോ വിച്ച് ഫോൾ സ്ലോലി ഇതിന്റെ സിംബോളിക്കലി റെഫർ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ അൺഫോളിംഗ് ഓഫ് ദ ടൈംസ് ഓഫ് ഗ്രീഫ്, സോറോ, മിസറി, ഡിഫിക്കൽട്ടീസ് ആൻഡ് ചലഞ്ചസ്. ആ സോറോ, ഡിഫിക്കൽട്ടീസ്, ചലഞ്ചസിനെയൊക്കെ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ കടഞ്ഞ് സർവൈവ് ചെയ്യാൻ പാടുപെടുന്ന ഒരു ഇതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദെൻ പിന്നെ പറയുന്നത്, instead the trees seem to maintain watchful attention. He dreams the lovely black birds fluttering inside him, which may signify that he is nurturing new hopes. പിന്നെ അതിലുള്ള ഒരു സെക്കൻഡ്, ക്ലാസ് കയറുന്നവര് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, സൗണ്ട് മ്യൂട്ട് ചെയ്തോളൂ. The earth lies understood like a god in shrine. In other words, it is impossible, point ആണ് പറഞ്ഞത്, impossible for him to understand and interpret the state of the earth as exposed to the snow. എർത്തിന്റെ ഈ ഒരു കണ്ടീഷന്, എക്സ്പോസ് ടു സ്നോ എക്സ്പോസ് ചെയ്തിരിക്കുന്ന എർത്തിന്റെ ഈ ഒരു കണ്ടീഷന് he was not able to explain. It is impossible for him to understand and interpret the state of the earth എന്ന് പറയുന്നുണ്ട്. അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിനെ ഒരു പോസിറ്റീവായിട്ടാണോ എടുക്കേണ്ടത്? അതായത് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്ന ഈ ഒരു ലാൻഡില് ഹോപ്സ് തരുന്ന ബേർഡ്സുകളൊക്കെ പറന്നു വരുന്നു, ചെടികളുടെ മുകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നു, ഇതിനെ പോസിറ്റീവായിട്ടാണോ എടുക്കേണ്ടത്? അല്ലെങ്കിൽ സ്കൈയുടെ ഐസിൽ നിന്നും വീണ് പോകുന്ന ഡിഫിക്കൽട്ടി, സോറോസ്, സഫറിങ്സിനെ ഒക്കെ പൊഴിച്ചു കളയുന്ന ഒരു കൺസെപ്റ്റ് ആയിട്ടാണോ, അതിനെ ക്രൈങ് ആയിട്ടാണോ എടുക്കേണ്ടതെന്നൊരു ഇമ്പോസിബിലിറ്റി അവിടെ പറയുന്നുണ്ട്. ദെൻ ഇതൊരു ഡെലിക്കേറ്റ് പോയമാണ്, ക്രിയേറ്റ്സ് എ മൂഡ് ഓഫ് സ്ലീപ്പ്. ഇങ്ങനെ എല്ലാം കളഞ്ഞിട്ട് ഒരു ഫ്രീ മൈൻഡഡ് ആയിട്ട് സ്ലീപ്പ് ചെയ്യുന്ന ഒരു മൂഡിലേക്ക് കൊണ്ടുവരുന്ന പോലെ, ഒരു ശാന്തമായ ഒരു ഭംഗിയെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ ഒരു സൈലൻസിനെ കുറിച്ച് പറയുന്ന ഒരു പോയം എന്ന് വേണമെങ്കിൽ പറയാം. സോഫ്റ്റ്നെസ്, ഡെലിക്കസി, ആൻഡ് ദ പോയറ്റ് ഹാസ് പ്രൂവ്ഡ് ഹിംസെൽഫ് ടു ബി ദ മാസ്റ്റർ ഓഫ് പോയട്രി. സോ പോയട്രി എഴുതുന്ന പോയറ്റിന്റെ ഒരു മാസ്റ്ററി ഓവർ ദ വേർഡ്സ്, കളക്ഷൻ ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് വേർഡ്സ്, അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അതിനെ എത്ര ഭംഗിയായിട്ട് എങ്ങനെ എഴുതിയിരിക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് ആണ്. തീം എന്ന് പറയാൻ മാത്രം അതിൽ ഒന്നും പറയാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ നെക്സ്റ്റ് പോയം ഇസ് വൺ നൈറ്റ് അറ്റ് വിക്ടോറിയ ബീച്ച്. ഇതില് ചെറിയ ചെറിയ പോയംസ് ആണ്. യു ഹാവ് ടു റൈറ്റ് ഓൾ ദ പോയംസ് ടുഗെദർ. ഒരു പോയം മാത്രമായിരിക്കില്ല ചോദിക്കുക. കനഡിയൻ പോയറ്റ്, ഇങ്ങനെ ഒരു തീം ഓഫ് പോയട്രി, ആഫ്രിക്കൻ അമേരിക്കൻ ലിറ്ററേച്ചറിലുള്ള ദ മാസ്റ്റർ പീസസ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ 2-3 പോയിന്റ് സെയിം തീമിലുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ എല്ലാം ചേർന്ന് എഴുതേണ്ടി വരും. ദെൻ
ഇവിടെ സ്പിരിച്വാലിറ്റി ആൻഡ് മെറ്റീരിയലിസം ആണ് ഈ പോയത്തിൽ ഒരു കമ്പാരിസൺ പറഞ്ഞിരിക്കുന്നത്. വൺ നൈറ്റ് അറ്റ് വിക്ടോറിയ ബീച്ച് എന്നത് സ്പിരിച്വാലിറ്റി ആൻഡ് മെറിമെന്റ് ഓഫ് മെറ്റീരിയലിസം, ഇത് രണ്ടിന്റെ കൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. African poetry is very telling. The ideas and emotions are larger than the images. Poetic devices like repetition creates a definite emotional effect on the reader. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ പോയിന്റ് തന്നെ പറയുന്നുണ്ട് അതിൽ, അതൊരു ഇമോഷണൽ എഫക്ട് ഓൺ ദ റീഡർ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. This poem ends on the note of ambivalence. Ending could mean that the poet could not utter words of prayer and prophecy, and it could also mean that poetry could be born in the mind of poet. അപ്പോൾ പോയിറ്റിന്റെ മൈൻഡിൽ തോന്നുന്ന ആ ഒരു സെലക്ഷൻ ഓഫ് വേർഡ്സിൽ നിന്ന് എഴുതുന്ന ഈ പോയട്രിയുടെ ഭംഗി എന്ന് പറയുന്നത് പോയിറ്റിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നൊരു ഇൻട്രൊഡക്ഷൻ ഇതിൽ പറയുന്നുണ്ട്. ഇതിന്റെ തീം എന്താണെന്ന് വെച്ചാൽ ബാങ്ക്സ് ഓഫ് ദ ബീച്ച്. പോയട്രിയുടെ പേര് തന്നെ അതാണല്ലോ, വൺ നൈറ്റ് അറ്റ് വിക്ടോറിയ ബീച്ച് എന്നാണല്ലോ പേര്. അപ്പോൾ പോയിറ്റ് ഹാസ് ഹി സ്റ്റാൻഡ്സ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ ബീച്ച്, ലുക്സ് അറ്റ് ദ വിൻഡ് ദാറ്റ് മേക്സ് ദ വേവ്സ് ഓഫ് ദ സീ look like the coiling of snakes which strike the stands with hissing rake. ഇങ്ങനെ കുറെ കമ്പാരിസൺ പറയുന്നുണ്ട്. അപ്പൊ പോയിന്റ് ഇവിടെ ബാങ്ക്സ് ഓഫ് ദി ബീച്ചിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ വിൻഡിന്റെ സൗണ്ട് മേക്സ് വേവ്സ്, സീ കടലിൽ നിന്ന് വരുന്ന വേവ്സ്, അതിന് ഒരു സ്നേക്സിന്റെ ഇങ്ങനെ അഴിഞ്ഞു വരുന്നത് പോലെ പറയുന്നുണ്ട്. അതിന്റെ സൗണ്ട്, ആ വേവ്സിന്റെ സൗണ്ടിനെ സ്നേക്സിന്റെ ഹിസിങ് സൗണ്ട് ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് വാഷ് ദ ഫീറ്റ്, അങ്ങനെ നമ്മളിങ്ങനെ കടലിൽ നിന്ന് കഴിഞ്ഞാൽ കാല് കഴുകിയിട്ട് ഇങ്ങനെ തിരിച്ചു പോകില്ല, അത് ആ ഒരു ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. Looking at some internal vision which cannot be seen outside, and they shout and they pray. യൂഷ്വലി ഇവിടെ ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ബീച്ചിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ ആ ഒരു മണലിൽ ഇങ്ങനെ നിൽക്കില്ലേ, മണലിൽ ഇങ്ങനെ കുറച്ചു നേരം നിൽക്കുമ്പോൾ ആ വാട്ടർ ഇങ്ങനെ വന്ന് കാലിൽ വന്ന് അടിച്ചിട്ട് തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോൾ നമുക്ക് അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഗ്രിപ്പ് കിട്ടില്ല, മണലിൽ കൂടെ ചേർത്ത് അത് കൊണ്ടുപോകും. അപ്പൊ ഒരാൾക്ക് അവിടെ ഇങ്ങനെ സ്റ്റാൻഡ് ബൈ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അവിടെയും ഇങ്ങനെ നിർത്തുന്ന, അല്ലെങ്കിൽ അവിടെയും നമ്മളിങ്ങനെ സ്ട്രെങ്ത് എടുത്തിട്ട് വേണം ആ മണലിൽ ഇങ്ങനെ നിൽക്കാൻ. അപ്പൊ യൂഷ്വലി ദേ യൂസ് ടു പ്രേ എന്ന് പറയാറുണ്ട്, അവിടെ പ്രേ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷനെ പറയുന്നത് എന്താ വെച്ചാൽ സെയിം റേഷ്യൽ ഡിസ്ക്രിമിനേഷനിൽ ഹൗ ഡു ദേ സഫർ, അവര് എന്തൊക്കെ സഫറിങ്സ് അനുഭവിച്ചിട്ടാണ് അവർ അങ്ങനെ അതിൽ നിന്ന് വിട്ടുപോകാതെ, ദേ വോണ്ട് ടു സർവൈവ്, സ്റ്റിൽ ദേ വോണ്ട് ടു ലീവ് കണ്ടിന്യൂസ്ലി, അല്ലെങ്കിൽ അവരുടെ ലൈഫ് മുന്നോട്ട് പോകണമെന്ന ആവശ്യമുള്ളത് കൊണ്ട് ആ ഗ്രിപ്പിൽ എങ്ങനെയാണോ കടലിൽ നിന്ന് വരുന്ന വെള്ളം കാലിൽ തട്ടി പോകുമ്പോൾ മണലിൽ എങ്ങനെയാണോ പിടിച്ചു നിൽക്കുന്നത്, അതുപോലെ ലൈഫിനെ അവരിങ്ങനെ സർവൈവ് ചെയ്യാൻ വേണ്ടി അവരുടെ പ്രശ്നങ്ങളെയും പ്രോബ്ലംസിനെയൊക്കെ അത് വന്ന് തൻ്റെ കാലിൽ തട്ടി തിരിച്ചു പോകുമ്പോഴും അവരുടെ ലൈഫിന് മാറ്റങ്ങളൊന്നും വരാതെ അവരിങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദെൻ ബൂട്ട്സ് ഓൺ ബീച്ച് പീപ്പിൾ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഒരുപാട് ഡീപ്പിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ആളുകൾ എല്ലാവരും, കുട്ടികളാണെങ്കിലും ചിലപ്പോൾ വാട്ടറിനെ പേടിയുള്ളവർ അല്ലെങ്കിൽ കടലിന്റെ ആ വേവ്സിനെ പേടിയുള്ളവർ എപ്പോഴും എന്താ ചെയ്യാച്ചാൽ ഹാൻഡ് ബൈ ഹാൻഡ് ഇങ്ങനെ കൈകോർത്ത് പിടിച്ചിട്ട് ചെയിൻ പോലെ ആയിട്ട് പോകും. അപ്പൊ അവിടെയും ഇവിടെയും ലൈഫിലെ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ വൈറ്റ് പീപ്പിളിന്റെ എക്സ്പ്ലോയിറ്റേഷൻസിനെ ഫേസ് ചെയ്യാൻ വേണ്ടി ദേ യൂസ് ടു ഹാൻഡ് ഇൻ ഹാൻഡ്. അവരെല്ലാവരും ഒരുമിച്ച്, ബ്ലാക്ക് പീപ്പിൾ എല്ലാവരും കൈകോർത്ത് ആ പ്രോബ്ലംസിനോട് അവരെല്ലാവരും ഒരുമിച്ചിട്ട് they are ready to face this waves എന്ന് പറയുന്നുണ്ട്. Then ഈ ഒരു കൺസെപ്റ്റിനെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. Then Aldous continues to pray with the white rays clinging on the bodies as they stand on the sand with it blowing hard. കാറ്റ് അമർന്ന് അടിക്കുമ്പോഴും ഇതുപോലെ ആ വിൻഡിൽ ഇങ്ങനെ നിൽക്കാൻ പാടുപെടുന്ന മരങ്ങളെ പോലെ വല്ലാതെ കാറ്റടിക്കുമ്പോൾ അതിലിങ്ങനെ പിടിച്ചു നിർത്താം. അതിന്റെ ആ വേര് അവിടെ റൂട്ട്സ് ഇങ്ങനെ മണ്ണിലുള്ളത് കൊണ്ട് അത്ര വലിയ കാറ്റടിച്ചാലും അത്രയും ചാഞ്ഞിട്ട് തിരിച്ചും അതേ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരുന്ന പോലെ. When materialistic people drink palm wine and beer, revealing the bars on the beach, but the Aldous continues to pray. Aldous മാത്രം പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ ഈ സർവൈവിംഗിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ ബീച്ചിലും അതിലും ഇതിലൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. Aldous continues to pray എന്നുള്ള വേർഡാണ് അവിടെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഫസ്റ്റിലെ തന്നെ. ഒരു ഇമോഷണൽ എഫക്ട് കൊണ്ട്, റീഡേഴ്സിന് ഒരു ഇമോഷണൽ എഫക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് Aldous എന്നൊരു ക്യാരക്ടറിനെ റിപ്പീറ്റഡ് ആയിട്ട് പ്രേ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് അവിടെ പറയുന്നുണ്ട്. ആൻഡ് then the priest or the witch doctor by making use of the cowries, കടലിൽ നിന്ന് കിട്ടുന്ന ചെറിയ ഷെൽസ് പോലുള്ള സാധനം, which are the bright color shells are used as money in some parts of Asia. അവിടെ അത് മണി ആയിട്ട്, ആഫ്രിക്ക ഏഷ്യയിലൊക്കെ അത് ഓർണമെന്റ്സ് ആയിട്ട് മണി ആയിട്ടൊക്കെ യൂസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്.
Dead fishermen who were dead long ago and their bones dribbled by the fishes. Followed 4 dead cowries shining bright like stars deep into the sea where fishes sits in judgment. അതിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. അതിലെന്താ പറയുന്നത് വെച്ചാൽ herds try to look into their future. കവടി നിരത്തിയിട്ട് ഇങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് കണ്ടുപിടിക്കാന്ന് പറയില്ല. അപ്പൊ അത് വെച്ചിട്ട് അതിനെ അവിടെ യൂഷ്വലി ആഫ്രിക്കയിൽ അത് ഓർണമെന്റ്സ് ആയിട്ടും കോയിൻസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ അത് ഉപയോഗിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇപ്പോ ദേ വോണ്ട് ടു സർവൈവ് ആൻഡ് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെ അലോഡസ് കണ്ടിന്യൂസ് ടു പ്രേ. സോ സീയിങ് വിഷൻസ്, ഇപ്പൊ ഇങ്ങനെ ഫ്യൂച്ചറിലേക്കൊക്കെ എത്തി നോക്കിയിട്ട് ആൻഡ് ബിയോണ്ട് ദെയർ ബോഡീസ് ബിഹൈൻഡ് ദ കേർലിംഗ് വേവ്സ് ഇൻ ടു ദ സീസ് ആൻഡ് സ്റ്റാർസ് ആൻഡ് ദ ഹൊറൈസൺ ദാറ്റ് സീംസ് ടു മേക്ക് എവറിത്തിങ് ലുക്ക് ദ സെയിം. അപ്പൊ ഇതെല്ലാത്തിനും അപ്പുറം എല്ലാം സെയിം ആയിട്ട് തന്നെ കാണുന്നത് പോലെ ദേ വോണ്ട് ടു കണ്ടിന്യൂ. ഫൈനലി ദ നറേറ്റർ സേസ് ഹി സ്റ്റാൻഡ്സ് ലൈക്ക് ദ ഡെഡ് ഓൺ ദ ഡെഡ് സീ. His knees began to bend to touch the living sands, perhaps through prayer and illumination, but the rushing wind killed the word before they were uttered. So finally പറയുന്നത് നറേറ്റർ ഇങ്ങനെ ഇതിലിങ്ങനെ ഗ്രിപ്പിൽ പിടിച്ചു നിന്നിട്ട് നീ ഇങ്ങനെ മുട്ടുകുത്തി താഴേക്ക് നിൽക്കുന്ന പോലെ പ്രേ ചെയ്ത് ഡീപ്പായിട്ട് പ്രേ ചെയ്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത് പോലെ ഡീപ്പായിട്ട് പ്രേ ചെയ്തു എന്ന് പറയുന്നതിന് വേണ്ടി പിന്നെയും ആ വേർഡ്സ് പറയാൻ അനുവദിക്കാത്തത് പോലെ ഫൈനൽ സ്റ്റേജ് അങ്ങനെയാണ് പറയുന്നത്. സോ ദീസ് ആർ ദ പോയിന്റ് ദാറ്റ് ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻസ് ഉണ്ട്. സോ കണ്ടിന്യൂസ് ക്ലാസ്സിൽ വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. നെക്സ്റ്റ് പോയം ഇസ് ദ പിയാനോ ആൻഡ് ദ ഡ്രംസ്. So in this poem, piano and drums, Gabriel Okra, same Gabriel Okra തന്നെയാണ്, സെയിം ഓതർ തന്നെയാണ്. കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ഏൻഷ്യൻ ആൻഡ് മോഡേൺ ലൈഫ്. അതിലൊരു ഡെഡ് കോൺട്രാസ്റ്റ്, നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ്സിനുള്ള ഡെഡ് കോൺട്രാസ്റ്റ് പോലെ, അല്ലെങ്കിൽ ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ ആൻഡ് ദ പ്ലെയിൻസ് പോലെ ഒരു ഡെഡ് കോൺട്രാസ്റ്റ് തന്നെയാണ് ഇവിടെയും ഏൻഷ്യൻ ആൻഡ് മോഡേൺ ലൈഫിൽ. ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് വിവിഡ് പിക്ചർ ഓഫ് എ ഹണ്ടിങ് സീൻ ഇൻ ദ ജംഗിൾ. ജംഗിളിലുള്ള ഹണ്ടിങ് സീൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ദ ബാങ്ക്സ് ഓഫ് ദ റിവർ ദ നറേറ്റർ ഹിയർസ് ദ റിഥമാറ്റിക് ബീറ്റ്സ് ഓഫ് ദ ഡ്രംസ്. അങ്ങനെ ഒരു ഹണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഡേ ബ്രേക്കിൽ ഒരു റിഥം കേൾക്കുന്നുണ്ട്, ഡ്രംസിന്റെ റിഥം കേൾക്കുന്നുണ്ട്. This is the memory of the past life, common in ancient life in Africa. ആഫ്രിക്കയില് പാസ്റ്റ് ലൈഫിൽ ഇങ്ങനെ ഒരു റിഥം, അവരുടെ ആഫ്രിക്കൻസിന്റെ ഫിലിംസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ ഒരു റിഥമാറ്റിക് മ്യൂസിക് അവരിങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. And panther and the leopard are ready to pounce on their prey and their hunters are ready to hunt with their weapons poised. അപ്പൊ ഈ ഒരു മ്യൂസിക്കിന്റെ മീനിങ് തന്നെ അതാണ്. പാന്തേഴ്സും ലെപ്പേർഡ്സ് ഒക്കെ അവര് പ്രിക്കോഷൻസ് എടുക്കും നമ്മളെ ഹണ്ട് ചെയ്യാൻ വരുന്നുണ്ടെന്നുള്ളത്. ദേ ആർ റെഡി ടു ദെയർ വെപ്പൺസ് പോയ്സ്ഡ്. വെപ്പൺസ് ഒക്കെ പോയ്സണൈസ് ചെയ്ത് റെഡിയാക്കി അവരുടെ ഹണ്ടിങ്ങിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളൊരു മ്യൂസിക്കാണ് ഇത്. അപ്പൊ ഇതൊരു പാസ്റ്റ് മെമ്മറിയിലേക്ക് കൊണ്ടുപോകും ഈ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ. ദെൻ പെട്ടെന്ന് അപ്പൊ ഈ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ നറേറ്റർ തന്റെ ഓൾഡ് ഒരു ചൈൽഡ്ഹുഡിലേക്ക് പോകും. ചൈൽഡ്ഹുഡിൽ എത്ര ഫ്രീ ആയിട്ട് നടന്നിരുന്നു, മദറിന്റെ കൂടെ നടന്നിരുന്നു, കെയർ ഫ്രീ ആയിട്ട് നടന്നിരുന്ന ഒരു മാനറിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. സഡൻലി ഹിയേഴ്സ് ദ വെരി മ്യൂസിക് ഓഫ് പിയാനോ ഇൻ ദ കോംപ്ലക്സ് നോട്ട്സ് ഓഫ് ദിസ് കോൺസെൻട്രേറ്റ് പിയാനോ അക്കോർഡിയൻ. പിയാനോന്റെ ഒരു സ്ട്രേഞ്ച് മ്യൂസിക് കേൾക്കുന്നുണ്ട്. The music introduced by the foreigners of the far off land. That music was thirst on the natives and coaxes them to hear the contrast of diminutive, gradual decrease of volume. അതൊരു അവർക്കൊരു തേഴ്സ്റ്റ്, ഒരു സ്പിരിറ്റ് ഇൻസ്പിറേഷൻ കൊണ്ടുവരുന്ന ഒരു മ്യൂസിക് ആണ്. ഇങ്ങനെ ഹൈ വോള്യത്തിൽ അതിങ്ങനെ ആ മ്യൂസിക് കേൾക്കും, പിന്നെ അത് ലോ വോയിസ് ആയിട്ട് പതുക്കെ വരും. ഇതിനെ ക്രിസെന്റോ എന്ന് പറയും. ഇതില് മിഡിൽ ചിലപ്പോൾ അതിങ്ങനെ കുറഞ്ഞു വരും, മിഡിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യും, ചിലപ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ പോയിന്റ് ends by saying that the loss between the mystic rhythm of the jungle drums and the concept. അപ്പൊ ഇങ്ങനെ ഡെഡ് ഏൻഷ്യൻ ആൻഡ് മോഡേൺ ലൈഫ് എന്ന് പറയുന്നതും ഒരു കൺസെപ്റ്റ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഏൻഷ്യൻ ലൈഫിൽ നിന്ന് മോഡേൺ ലൈഫിലേക്കുള്ള ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. ഹൈ വോള്യത്തിൽ സ്റ്റാർട്ട് ചെയ്യും, കുറച്ചു ദൂരം പോവും, അതിങ്ങനെ കറക്റ്റ് മ്യൂസിക് എൻഡ് ആവുന്ന പോലെ എൻഡ് ആവണമെന്നില്ല. ചിലപ്പോൾ അത് ഏൻഷ്യൻ ലൈഫിൽ നിന്ന് മോഡേൺ ലൈഫിൽ എത്തില്ല, മിഡിൽ തന്നെ സ്റ്റോപ്പ് ആവും, ചിലപ്പോൾ അത് കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യും. ദെൻ അത് വോയിസ്ലെസ് ആയിട്ട് പതുക്കെ ഇല്ലാതാവും. കംപ്ലീറ്റ് ആയിട്ടൊരു മേക്ക് ഓവർ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത അതേ റിഥമിൽ തന്നെ എൻഡ് വരെ പോവാത്ത ഈ മ്യൂസിക് പോലെ തന്നെ ഏൻഷ്യൻ ലൈഫിൽ നിന്ന് മോഡേൺ ലൈഫിലേക്ക് പോകുന്ന ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നു. ദെൻ fills the poem with multiple meanings and suggestions. Actually ഒരു മൾട്ടിപ്പിൾ മീനിങ് ആണ് ഇതിനുള്ളത്, സജഷൻസ് ആണ് ഇതിലുള്ളത്. Drums represent metaphorically the ancient life which was simple, natural and solid. ഡ്രംസിനെ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് സോളിഡ് ആയിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏൻഷ്യൻ ലൈഫിനെ കുറിച്ചും അതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വേർഡ്സ് that are associated with the drum are rhythm,
അങ്ങനത്തെ വേർഡ്സ് ഒക്കെയാണ് അതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. പാന്തർ, ലെപ്പേർഡ് ആൻഡ് ഹണ്ടേഴ്സ് ആർ നാച്ചുറൽ ഇൻ എസെൻസ്. നാച്ചുറലി ഒരു ഫീലിംഗ് വരാൻ വേണ്ടിയിട്ടാണ് ലെപ്പേർഡും പാന്തറിനെ കുറിച്ചൊക്കെ പറയുന്നത്. ആൻഡ് പിയാനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്യൻ കൾച്ചർ ഹാസ് ഇൻവേഡഡ് ഹിസ് ഹോം ലാൻഡ്. അവരുടെ കൾച്ചറിനെ കുറിച്ച് പറയാനാണ് ആ പിയാനോനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. The complex music which is like wailing ends in the middle. The word diminuendo counterpoint the crescendo or constraint or the not natural. നാച്ചുറൽ അല്ലാത്ത ഈ ഒരു കോമ്പിനേഷൻ ആർട്ടിഫിഷ്യൽ ലൈഫിലേക്ക് വരുന്ന മോഡേൺ ലൈഫിലേക്ക് വരുമ്പോൾ ഈ ഒരു ക്രിസെൻഡോ ഒരു കോമ്പിനേഷൻ ഡിമെൻഡോ എന്ന് പറയുന്ന കൗണ്ടർ പോയിന്റ് പറയുന്നത് മിഡിൽ നിന്ന് വരുന്ന ഒരു ചേഞ്ചിനെ കുറിച്ച്. And the morning mist could stand for a person dilemma influenced by two cultures. He is unable to reject either. അപ്പൊ മോർണിംഗ് മിസ്റ്റിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ മൂവ് ചെയ്യുന്ന ഒരാൾക്ക് ഹീസ് ഇൻ എ ഡയലിമ, ഹീസ് ഇൻ എ കൺഫ്യൂഷൻ. ഏത് കൾച്ചറിനെ അക്സെപ്റ്റ് ചെയ്യും, ഏത് കൾച്ചറിനെ റിജക്ട് ചെയ്യും എന്നൊരു കൺഫ്യൂഷനിലാണ്. ആക്ച്വലി ഹീസ് അൺഏബിൾ ടു റിജക്ട് എയ്തർ. രണ്ടിനെയും റിജക്ട് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അപ്പൊ രണ്ടും അക്സെപ്റ്റ് ചെയ്യേണ്ട ഓൾഡ് ട്രഡീഷൻ ചില സിറ്റുവേഷൻസിൽ ദേ ഹാവ് ടു ഫോളോ. ആൻഡ് ഫ്യൂച്ചർ മോഡേൺ ലൈഫിനെയും ഫോളോ ചെയ്തു. രണ്ടിനെയും റിജക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഒരാളെ കുറിച്ചാണ് പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരാളല്ല, ദോസ് ഹു ലീവ് ഇൻ ദറ്റ് വേൾഡ്. സോ റിതം ഓഫ് സൗണ്ട്സിലൂടെ ഇതിന്റെ ഒരു മീനിങ് കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് പോയം ഈസ് അബൌട്ട് വി ദ ആമസോൺസ്. ലിയോൺ ഡെമാസ് ആണ് ഇതിന്റെ ഓതർ. അപ്പോൾ നമ്മളുടെ ഈ ഓതറിനെ ഓരോ ഓതേഴ്സിന്റെയും രണ്ട് പോയിന്റ്സ്, 2-3 പോയിന്റ്സ് വരുന്നുണ്ട്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഒരു ഓതറിന്റെ കമ്പാരിസൺ വിത്ത് അതർ പോയിന്റ്സ് അല്ലെങ്കിൽ ഓതറിന്റെ വ്യൂ പോയിന്റ് അങ്ങനെയായിരിക്കും വരിക. ഓതർ നെയിംസ് യൂസ് ചെയ്ത് അപ്പൊ ഏതൊക്കെ പോയിന്റ്സ് ഏതൊക്കെ ഓതറിന്റെ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇവിടെ വി ആർ ദ ആമസോൺസ് എന്ന് പറയുന്നത് let the men go and harvest the maize is repeated 4 times. ഒരു റിപ്പീറ്റഡ് എല്ലാ പോയിന്റ്സിലുള്ളത് പോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചില വേർഡ്സുകൾ പറയുന്നുണ്ട്. 12 ലൈൻസിന്റെ പോയം ആണ്. Women who have taken care of household and worked on the field are now rising up like the warlike woman mentioned in the ancient Greek classics. അപ്പോൾ ഒരു ഫാമിൽ വർക്ക് ചെയ്ത അല്ലെങ്കിൽ വീട്ടിൽ ക്വൈറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ലേഡീസ് ഇങ്ങനെ വെപ്പൺസ് ഒക്കെ എടുത്ത് warlike വുമൻസ് വളരെ എന്താ പറയുക ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള മെൻഷൻ ഇൻ ദ ഏൻഷ്യന്റ് ഗ്രീക്ക് ക്ലാസിക്സിൽ പറഞ്ഞിരിക്കുന്ന പോലെ warlike women എന്നൊരു കൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ഇങ്ങനെ അതിലേക്ക് ചേഞ്ച് ആയി. Then they express their protest by declaring that they will tear out. So അവരുടെ പ്രൊട്ടസ്റ്റിനെ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താ ഡിക്ലെയർ ചെയ്ത് they will tear out. അവർ പുറത്ത് വരും. Refuse and reject the dictates of their hearts which normally would be filled with love and tenderness. Usually women എന്നൊരു കൺസെപ്റ്റ് പറയുമ്പോൾ തന്നെ ലേഡീസ് അല്ലെങ്കിൽ സ്ത്രീ എന്നൊരു കൺസെപ്റ്റ് പറയുമ്പോൾ തന്നെ ഒരു ടെൻഡർനെസ് അല്ലെങ്കിൽ ലവ്, സോഫ്റ്റ്നെസ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരിക്കും പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് നോർമലി ഫില്ല് ചെയ്യുന്ന ഈ വേർഡ്സിനെയൊക്കെ മാറ്റിക്കൊണ്ട് അവരുടെ ഒറിജിനൽ ഇതിനെ അവര് പുറത്തു കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. They want the men to go and harvest the staple food maize. അവിടെ മെയിൻ പ്രൊഡക്റ്റ് ഏതാണ് മെയ്സ്. അപ്പൊ അത് കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ജെൻസിന്റെ ഡ്യൂട്ടി എങ്കിൽ they wine from the calfish and ground meat on their container of liquids. They will then take up arms which will lead to bloodshed. ആ ഒരു നോർമൽ ലൈഫിനോട് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ലൈഫിനോട് പ്രോബ്ലംസ് വരുമ്പോൾ വെൻ ദേ ആർ ഫേസിങ് അവര് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ റെഡിയാണെന്നർത്ഥം. പ്രൊട്ടസ്റ്റ് ചെയ്യും, അവര് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വോയിസ് ഉയർത്തും എന്ന അവർ അതിന് പ്രിപ്പയർഡ് ആണെന്നർത്ഥം. അപ്പോൾ അഗെയിൻസ്റ്റ് ദെയർ ലോട്ട് ഇൻ ലൈഫ് ദ പോയിന്റ്. അപ്പൊ ഈ ഇത്രയൊക്കെ എക്സ്പ്ലോയിറ്റേഷൻ സഹിച്ചിരിക്കുമ്പോൾ വിമൻ വരെ ലേഡീസ് വരെ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നർത്ഥം. Poetic devices like repetition, same lines repeat ചെയ്യുന്നുണ്ട്. Inspired to write such strong verses because of the racial discrimination. ഇവിടെയും പോയിന്റ് അത് തന്നെയാണ്. ആഫ്രിക്കൻ പോയിറ്റ്സ് were inspired to write such strong verses because of the racial discrimination and atrocities perpetrated by the colonial police force. കൊളോണിയൽ പോലീസ് ഫോഴ്സിന്റെ ഈ ഒരു അക്രമം സഹിക്കാൻ വയ്യാതാവുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ സഫറിങ്സ്, ബ്ലാക്ക് പീപ്പിളിന്റെ ആ ഒരു സഫറിങ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലേഡീസിനെ പോലും അല്ലെങ്കിൽ സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ലേഡീസിനെ പോലും ഹൈ പ്രൊട്ടസ്റ്റിംഗ് ലേഡീസ് ആയിട്ട് വോയിസ് റേസ് ചെയ്യുന്ന ലേഡീസ് ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നർത്ഥം. സോ ഈ പോയിന്റ്സിലെല്ലാം ഇങ്ങനെ കോമൺ കൺസെപ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. ഒരു ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് ആ ലിറ്ററേച്ചറിൽ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നായിരിക്കും. പോയട്രീസ് മൊത്തം എല്ലാ പോയട്രീസിലും സെയിം തിങ് ആണ്, സെയിം പോയിന്റ് ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. സോ യു ഹാവ് ടു റൈറ്റ് ഓൾ ദീസ് പോയിന്റ്സ് ടുഗദർ. എല്ലാം 2-3 ലൈൻസിന്റെ പോയിന്റ്സ് ആണ്, ചെറിയ സമ്മറീസ് ആണ്. എല്ലാത്തിലും ഓതർ മസ്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. 2-3 പോയിന്റ്സ് സെയിം ഓതർ തന്നിട്ടുണ്ട്. അപ്പൊ അത് ഹൗ യു വിൽ മെൻഷൻ, അതാണ് അവിടെ ചെക്ക് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് ജസ്റ്റ്
റീഡ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ഒരു ചാർട്ട് ഉണ്ടാക്കി വെക്കുക. എല്ലാം ഒരേ തീമാണ്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്നുള്ള തീമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തമ്മിലുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ് തീം. അപ്പൊ അതിൽ ഓരോ പോയിന്റും അതിന് എന്തൊക്കെ കമ്പാരിസൺ ആണ് കൊടുത്തിരിക്കുന്നത്, വേവ്സ്, തണ്ടർ, ലൈറ്റ്നിങ്, ലേഡീസിന്റെ കാംനെസ്, ഇങ്ങനെ വാർ ലൈക്ക് ലേഡീസ്, ഓരോ പോയത്തിലും ഓരോ കമ്പാരിസൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണോ എന്നുള്ളതാണ് യു ഹാവ് ടു ലേൺ. ഓക്കെ.